ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്നിവിടെ ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് ഒരു തോരൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ മക്കൾക്ക് സ്കൂളിലേക്ക് കൊടുത്തു വിടാനും ഒക്കെ നന്നായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 5 ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. അപ്പോൾ പൊടിയായിട്ട് നമുക്കൊന്ന് കിഴങ്ങ് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഇത്ര ചെറുതാക്കി അരിയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അധികം വെള്ളമൊന്നും ഉപയോഗിക്കാതെയാണ് വേവിക്കുന്നത്, കൊണ്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ. അപ്പോൾ കിഴങ്ങ് അരിയലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിതിലേക്ക് എടുത്തിരിക്കുന്നത് ഒരു വലിയ ഉള്ളിയാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞു കൊടുക്കാം. അപ്പോൾ കൂടെ തന്നെ 2 പച്ചമുളകും കൂടി എടുത്തിട്ട് അരിഞ്ഞു വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് വെളുത്തുള്ളി വേണം. വലിയ 2 അല്ലി വെളുത്തുള്ളിയാണ് കേട്ടോ ഞാനിതിലേക്ക് എടുക്കുന്നത്. അപ്പോൾ ചെറുതാണെങ്കിൽ 3 4 എടുക്കുക. അത് വലിയതായതുകൊണ്ട് ഞാൻ 2 അല്ലി എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്കൊന്ന് ചെറുതായിട്ട് പൊടിയായിട്ടൊന്ന് അരിഞ്ഞു കൊടുക്കാം കേട്ടോ. അപ്പോൾ വലിയ ഷെഫുമാരൊക്കെ അങ്ങനെ ഗാർലിക്കൊക്കെ അങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ട് ഞാനൊന്ന് ചെയ്ത് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വെളുത്തുള്ളിയൊക്കെ നല്ല പൊടിയായി അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ കറിവേപ്പിൻ്റെ ഇല എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം പാത്രത്തിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് 1 കപ്പ് തേങ്ങയാണ് കേട്ടോ. അപ്പോൾ തേങ്ങ ചിരവിയതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അപ്പോൾ ഈ തേങ്ങൻ്റെ കൂടെ തന്നെ 1 അല്ലി കറിവേപ്പിൻ്റെ ഇലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 സ്പൂണ് പെരിഞ്ചീരകപ്പൊടി, 1 സ്പൂണ് മഞ്ഞൾപ്പൊടി, ഇതൊക്കെ കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് തേങ്ങ നല്ലൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. തേങ്ങയും പച്ചമുളകും കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഒന്ന് നല്ല നേരട്ടി ഒന്ന് കുഴച്ചെടുത്ത് വെക്കാം. അപ്പോൾ നമുക്കിനി തോരൻ വയ്ക്കാനുള്ള പരിപാടി നോക്കാം. അപ്പോൾ നമുക്ക് ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചൂടാകുന്ന സമയത്ത് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കട്ടെ. അപ്പോൾ വെളിച്ചെണ്ണയിലാണ് തോരൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ 1 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് വറവിടാനായിട്ട് കടുകും വറ്റൽമുളകുമാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ കടുകും വറ്റൽമുളകും ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ഉള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഉള്ളി നല്ലോണം ഒന്ന് വാടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കിഴങ്ങ് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നല്ലൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കൊന്ന് മൂടി വെക്കാം. അപ്പോൾ അധികം നമ്മൾ ഇതിലേക്ക് വെള്ളമോ കാര്യങ്ങളൊന്നും ഒഴിക്കുന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ നല്ല ടൈറ്റാക്കിയിട്ടൊന്ന് മൂടി വെച്ചാൽ മതി. അപ്പോൾ ഇടയ്ക്കൊന്ന് മൂടി തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ വെള്ളം തീരെ ഇല്ലാത്ത കാരണം ചിലപ്പം അടി പിടിക്കും. അപ്പോൾ നമുക്കൊന്ന് നല്ലൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ കിഴങ്ങ് ഇപ്പോൾ പാകത്തെ വേവായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ഈ തേങ്ങയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി ബാക്കി ഈ തേങ്ങേൻ്റെ വെള്ളവും എല്ലാം കൂടെ ചേർന്നിട്ട് കിഴങ്ങ് ബാക്കി അതിൽ കിടന്ന് വെന്തോളൂ കേട്ടോ. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപ്പ് ആവശ്യത്തിന് കുറച്ചും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അങ്ങനെ ഒന്ന് അപ്പോൾ തേങ്ങയും കിഴങ്ങും എല്ലാം ഒന്ന് മിക്സ് ആകുന്ന പോലെ നല്ലൊന്ന് ഇളക്കിയിട്ട് ഒന്നും കൂടി ഒന്ന് അമർത്തി വെച്ചിട്ട് പാത്രം വെച്ച് ഒന്ന് മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ ആവി കിടന്നിട്ട് നല്ലൊന്ന് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് ഈ കിഴങ്ങ് തോരൻ വന്നിട്ട് മക്കൾക്ക് സ്കൂളിലേക്ക് കൊടുത്തു വിടാനും ചപ്പാത്തിക്കും ദോശയ്ക്കും ഒക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം കിഴങ്ങ് ഉപ്പേരി തോരനൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നേരമൊക്കെ മക്കൾ കൂട്ടിയിട്ട് പിന്നെ ഞാൻ തന്നെ കൂട്ടണമായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ വെച്ചതിന് ശേഷം പിന്നെ രാത്രി കഴിച്ചിട്ട് പിന്നെ രാവിലത്തേക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇന്ന് ഇത്രയുള്ളൂ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.